ഇദ്ദേഹത്തിന്റെ ഇത്ര അന്ധവിശ്വാസമായിട്ട് നിൽക്കുന്നത്? സാധാരണ നിസ്കാരവും ഒക്കെ ഉള്ള ആളാണോ ഹസ്ബൻഡ്? നിസ്കാരമൊക്കെ ഉണ്ട്, അത് കൂടിപ്പോയതിന്റെ കുഴപ്പമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇയാള് സാധാ നിസ്കാരമൊക്കെ ഉണ്ട്. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ വൈക്കൽ സ്വദേശിയായ റെജിലയുടെ ദേഹത്ത് ആഭിചാര ക്രിയക്ക് കൂട്ടുനിൽക്കാത്തതിന് പകരം തിളച്ച മീൻകറി മുഖത്ത് ഒഴിച്ചതിൻ്റെ മാരകമായിട്ടുള്ള പരിക്ക് പറ്റി പൊള്ളലേറ്റ് ഇവിടെ ചികിത്സയിൽ കഴിയാണ്. ഈ ആഭിചാര ക്രിയക്ക് ഉസ്താദിൻ്റെ അടുക്കൽ ചെല്ലാതിരുന്നതിനും ഉസ്താദ് ജപിച്ചു കൊടുത്ത ചരട് കെട്ടാൻ മുടിയടിച്ച് കുനിഞ്ഞിരിക്കാൻ പ്രേരിപ്പിക്കുകയും അതിന് വിസമ്മതിച്ചതിനെ തുടർന്നാണ് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ചൂട് മീൻകറി മുഖത്തൊഴിച്ച് മാരകമായ പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. റെജിലയുടെ മുഖത്ത് ദൃശ്യങ്ങൾ മാരകവും ഭയാനകവും പേടിപ്പെടുത്തുന്നതുമാണ്. ഇത്തരം ദൃശ്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ അനുവദനീയമല്ല ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെജിലയുമായി സംസാരിച്ച ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എത്ര നാൾ മുതൽ ഈ പീഡനം, എത്തരത്തിലാണ് പീഡനം നടന്നത്? റെജിലയുടെ പരാതിയിൽ തന്നെ ഉസ്താദിനെയും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. റെജിലയും ഭർത്താവും ഉസ്താദും ഒക്കെ ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പോലീസ് പല ഭാഗങ്ങളും അന്വേഷിച്ചെങ്കിലും ഇവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അപ്പൊ എന്ത് അസുഖത്തിന് വേണ്ടി ഈ ഉസ്താദിനെ നേരത്തെ അറിയാവോ? ഈ ഏത് ഉസ്താദാണെന്നുള്ളത്? എന്നെ ഒരു പ്രാവശ്യം സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പോയത് 5 സെന്റ് വസ്തു മേടിച്ചിട്ടുണ്ട്. അപ്പം വീട് വെക്കാന് അതെല്ലാം നോക്കി നമ്മുടെ ഇതൊക്കെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞാ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ വിചാരിച്ച് അതിനായിരിക്കും പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പം അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച്. പക്ഷെ പിന്നെ ഇങ്ങനെയൊക്കെ കുറിച്ച് സംസാരിച്ച ഉസ്താദിന്റെ പറഞ്ഞു, ഉസ്താദെ അത് ഉസ്താദ് മാറ്റാനൊന്നും പറ്റത്തില്ല, അദ്ദേഹം തുറന്ന് സംസാരിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, ഇന്നുവരെയും തുറന്ന് സംസാരിക്കുന്നത്, അതിന് ഉസ്താദ് ഇടപെടേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ഉസ്താദിന്റെ അടുത്ത് ഇരിക്കുന്നത്? അത് ആദ്യം വെച്ചാ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ. എന്നിട്ട് ഇപ്പം പോയത് പിന്നെ വിളിച്ചപ്പോഴൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഒരു ദിവസം ജീവിതകാര്യങ്ങളുമായിട്ട് ഇങ്ങനെ സ്വർണത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞ്, ഇനി ലാസ്റ്റ് എനിക്കൊരു കമ്മലും കാലിമാലേ ഉള്ളൂ. അപ്പോഴാ പഞ്ചായത്തിന്റെ വീട് കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് അന്നേരം ഫോൺ ബെല്ലടിക്കുന്നു. പഞ്ചായത്തിന്റെ വീട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 50,000 രൂപ കയ്യിലുള്ളൂ, പിന്നെ 2.5 പവനേ ഉള്ളു എൻ്റെ മാല. അന്നേരം താലി എടുത്തു വെച്ചിട്ട് പിന്നെ മാല കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, ഇതുവരെ ഉള്ളതെല്ലാം തന്ന് ഇനി ഞാൻ തരത്തില്ല, എനിക്കൊരു പിടിവള്ളി അതേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഈ സ്വർണം എന്തിനാണ്? സ്വർണം മേടിച്ച് വിറ്റിട്ടെന്തോ വീട് വെക്കാനോ? 2 പവൻ കൊണ്ട്? ഇനി 2 പവൻ കൊണ്ട് എന്തുവായാലും 2 ലക്ഷം രൂപ കിട്ടിയ വീട് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അതിനാണോ ഈ താങ്കൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ മറുപടി പറഞ്ഞ് പ്രതികരിക്കത്തില്ല. ഞാൻ കുറെ നാളുകൊണ്ടൊന്നും പ്രതികരിക്കത്തില്ലായിരുന്നു. മൗനമായിട്ട് ഞാൻ അങ്ങനെ 10 വട്ടം പറഞ്ഞ 1 വട്ടമൊക്കെ പ്രതികരിക്കുമായിരുന്നു. 2-3 മാസം കൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ പ്രതികരിച്ചു. അന്നേരമാണ് പിറ്റേ ആഴ്ച ഇങ്ങനെ ഉസ്താദിന്റെ അടുത്ത് പോയി എന്തൊക്കെയോ ചെയ്തോണ്ട് ഒരു കവറി കൊണ്ടുവന്ന്, അതിനകത്ത് തകിടൊക്കെ ആയിരിക്കാം, സാധാ അയാൾ അതൊക്കെയാ കൊടുക്കുന്നത്. അല്ല, ഈ ചരട് ഇതൊക്കെ ഉള്ളല്ലോ, കഴിക്കാനോ ഭക്ഷണത്തിനോ വല്ലതും കലക്കി തരുന്ന അങ്ങനെ വല്ല മരുന്നും കൊടുത്തു വിട്ടായിരുന്നു ഉസ്താദ്? ഇല്ലില്ല, അതൊന്നുമില്ല. അന്നേരം എന്നെ ഇങ്ങനെ മുടി അഴിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇരിക്കത്തില്ല, ഞാൻ എന്തിനിരിക്കണം, നിനക്ക് എന്നെ വിശ്വാസമില്ല. അവനില്ല, വിശ്വാസം ഇല്ല, ഞാൻ ഇരുന്ന് തരത്തില്ല. പിന്നെ ഞാൻ ജീവനോട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നെ കൊണ്ട് പോവായിരുന്നല്ലോ, വേണമെങ്കിൽ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? അത് ഞാൻ ഉസ്താദിനെ വിളിച്ച് സംസാരിച്ചു തരാന്ന് പറഞ്ഞു. അവൻ ഉസ്താദിനെ വിളിച്ചപ്പോ ഞാൻ സംസാരിച്ചു. മുടി അഴിച്ചൊക്കെ വീട്ടിൽ റൂമിനകത്ത് തന്നെയാണോ മുടി അഴിച്ചിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു? അല്ലാതെ വേറൊന്നുമില്ല? ഇല്ല, ഈ ഹസ്ബൻഡ് കൊണ്ടുവന്ന സാധനം ഒഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നില്ല. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളാ. അതിനെ ചൊല്ലിയാണ് അതിനുശേഷം ആ വിഷയമൊക്കെ കളഞ്ഞ് മിണ്ടത്തില്ലെന്നൊക്കെയുള്ള. പിന്നെ അതിന്റെ അടുത്ത് പോയി നേരിട്ട് പറഞ്ഞല്ലേ ഉസ്താദെ, ഞാൻ സംസാരിച്ച് മാറ്റാവുന്ന കാര്യമല്ലേ, ഉസ്താദ് ഇടപെടണ്ടെന്ന് പറഞ്ഞല്ലേ? അതിനു മുന്നേ ആദ്യം ഒരു വട്ടം 5-6 മാസങ്ങൾക്ക് മുന്നേ.
ചിക്കൻ പോക്സിന് തൊട്ടൊരാഴ്ച മുന്നേ ഞാൻ പറഞ്ഞില്ലേ ജീവിത കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോ ഞാൻ പ്രതികരിച്ചതിന് എനിക്ക് ശൈത്താൻ കൂടി ഇരിക്കാന്ന് പറഞ്ഞ് പോയി ചെയ്തോണ്ട് വന്നതാ. അത് ഓ ഞാൻ അത് ശരി. ഓ എതിർത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനാണ് ശൈത്താൻ കൂടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തോണ്ട് വന്നത്. കൊണ്ടുവന്നത്. അതിന് ഞാൻ പ്രതികരിച്ചു, നന്നായിട്ട് പ്രതികരിച്ചു. അതൊന്നും പ്രതീക്ഷിച്ചില്ല. അന്നേരം എപ്പോഴും ഊമയെ കണക്കിരുന്നിട്ട് കാര്യമില്ലല്ലോ, ആ അതുകൊണ്ട് പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ചപ്പം എന്തോ ചെയ്ത് പിന്നെ ഇദ്ദേഹം പിറ്റേ ദിവസം ഇയാളുടെ ഇതെല്ലാം കൊണ്ടുവന്ന് അന്ന് ഞാൻ ഇതേ കണക്ക് പ്രതികരിച്ചു. ഉസ്താദിന്റെ നമ്പർ മേടിച്ച് വിളിച്ചു തരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും ആ കൊച്ചിന് ഇഷ്ടമില്ല, എന്നൊന്നും ചെയ്യണ്ട. ഞാൻ അയാളടുത്ത് പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ ഏത് വകുപ്പിൽ പോകുന്നൊക്കെ ഉസ്താദിന് അറിയാമോ? ഉസ്താദ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതിനൊന്നും ഞാൻ കൂട്ടുവെക്കത്തില്ല. എന്റെ പ്രശ്നങ്ങൾ ഉസ്താദ് പരിഹരിക്കണ്ട. എനിക്കറിയാം, ഖുർആനൊക്കെ ഓതാൻ എനിക്കറിയാം, എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഞാൻ തീർത്തോളാം, നിങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഉസ്താദ് ഞാൻ ശരിക്ക് കൊടുത്തായിരുന്നു. നേരിട്ട് തന്നെ അതോ ഫോണിൽ കൂടെ? ഫോണിൽ കൂടെ കൊടുത്ത്. ഇദ്ദേഹം തന്നെ, എന്റെ കെട്ടിയവൻ തന്നെ എനിക്ക് ഫോൺ വിളിച്ച് തന്നു, ഞാൻ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും ഞാൻ പ്രതികരിക്കുമ്പോഴെല്ലാം ഉസ്താദ് ഇത് കേട്ടോണ്ടിരിക്കുകയാണോ അതോ കട്ട് ചെയ്ത് പോയതൊന്നുമില്ല? കട്ട് ചെയ്ത് പോയില്ല, പറയുന്ന മൊത്തം കേട്ടോണ്ടിരുന്നോ? കേട്ട്. അന്നേരം പറഞ്ഞു കൊച്ചിന് നല്ലതാവാനാ. ഞാൻ പറഞ്ഞു എനിക്കതിന് വട്ടോ ഭ്രാന്തോ ഒന്നുമില്ല, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് സാധാ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ബുദ്ധിയും കാര്യങ്ങളും ചിന്താശേഷിയും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവും ബോധവും ഒക്കെ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ച്. നിങ്ങൾ അങ്ങനെ കുറെ എതിർത്ത് സംസാരിച്ച അയാൾ അവസാനം സഖിയായിട്ട് എവിടാ ഇത് സ്ഥലം? ഉസ്താദ് വീട്ടിലാണോ അതോ ഇതിന് പ്രത്യേകം വല്ല ഓഫീസ് വല്ലതും ഉണ്ടോ ഇത് ചെയ്യാൻ? സുലൈമാൻ എന്ന് പറഞ്ഞ അയാൾ ഉസ്താദിന്റെ വീട്ടിൽ തന്നെ പ്രത്യേക ഒരു റൂമുണ്ട് അതിനായിട്ട്. എവിടാ ഈ സ്ഥലം സുലൈമാന്റെ? അഞ്ചൽ തന്നെയാണോ? പാലമുക്ക് ഗുരുവന്ദരത്തിന്റെ ഇപ്പുറത്ത് ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് കണക്ക് ഒരു സ്ഥലമുണ്ട്. അവിടെ ഇടത്തോട്ട് പോകുമ്പോ ആരത്തേലും ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അപ്പോഴ് അവിടെ വേറെ നിരവധി ആൾക്കാർ ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരാറുണ്ടോ ഇദ്ദേഹത്തിന്റെ അടുത്ത്? വരാറുണ്ടായിരിക്കും, അതൊന്നും എനിക്കറിയത്തില്ല. ശരി. നമ്മൾ ഫോൺ വിളിച്ചോണ്ട് കാണാൻ പറ്റില്ല. മുമ്പ് പോകുന്ന സമയത്ത് അവിടെ തിരക്കുണ്ടായിരുന്നോ? ഇല്ല, അന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, രാവിലെയാ പോയത്. ഇദ്ദേഹത്തിന്റെ ഇത്ര അന്ധവിശ്വാസമായിട്ട് നിൽക്കുന്നത് സാധാരണ നിസ്കാരവും ഒക്കെ ഉള്ള ആളാണോ ഹസ്ബൻഡ്? നിസ്കാരമൊക്കെ ഉണ്ട്, അത് കൂടിപ്പോയതിന്റെ കുഴപ്പമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇയാള് സാധാ നിസ്കാരമൊക്കെ ഉണ്ട്, ഒരു പെണ്ണുകൂടിയനോ കള്ളുകൂടിയനോ ഒന്നും അല്ല, പക്ഷെ ഭയങ്കര ദേഷ്യമൊക്കെയാ. പിന്നെ ഇതെങ്ങനെ ഇതിനകത്ത് ഈ ഉസ്താദുമാരോട് ഇത്ര താല്പര്യം ഇങ്ങനെയൊക്കെ വന്ന എന്താ അന്ധവിശ്വാസമായിട്ട് ഈ രീതിയിൽ അറിയോ? അതൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇതല്ലയോ. അദ്ദേഹത്തിന്റെ വിചാരം എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ വെറും പൊട്ടിയ. 36 വയസ്സ് എനിക്കുണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ കുറെ അനുഭവിച്ച്. എനിക്ക് സാമൂഹികപരമായിട്ട് നമ്മള് പലവിധ ഒരാളങ്ങ് ഭയങ്കര കഴിവുള്ള ആളല്ലെങ്കിലും എല്ലാം മനസ്സിലാക്കാനും കുറച്ച് ഓരോ വർഷം കൂടി പോകും തോറും ഓരോന്നും നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തോട് പ്രതികരിച്ച് നമ്മൾ വരുമല്ലേ. അപ്പൊ സമൂഹമായിട്ടുള്ള ചുറ്റുപാടുള്ള ഇടപെടലും കാര്യങ്ങളും ഒക്കെ കണ്ടറിയാൻ അറിവ് ലഭിക്കുമല്ലോ. അങ്ങനെ അപ്പൊ അയാൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അന്ന് മുതലേ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ വീട്ടില്. ഈ കൊച്ചാണ് മധ്യസ്ഥത എന്ന് ഞാൻ പറയുന്നത് കേൾക്കൂല. ഞാൻ അന്നേരം ഇവന്റെ അടുത്ത് പറയും, ഇവൻ പോയി പറയും. ഇവന്റെ അടുത്ത് പറയും, ഇവൻ എന്റെ അടുത്ത് വന്ന് പറയും. അങ്ങനെ എന്നിട്ട് അവരുടെ മജിസ്ട്രേറ്റിൽ നിന്ന് ടൂർ പോയപ്പം പോലും, കൊടൈക്കനാലാണ് ടൂർ പോയത്, അത്രയും ദൂരെ സ്ഥലത്ത് പോയിട്ട് പോലും എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല. വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ട്, ഞങ്ങളുടെ ഇവിടുന്ന് ഇങ്ങനെ ടൂറാ, ഞാൻ പോകുന്നെന്ന് മാത്രം ഒരു മെസ്സേജ് ഇട്ട്. അല്ലാതെ പോവാൻ നേരം പോയിട്ട് വരട്ടെ എന്ന്. സാധാ ഭർത്താവ് ഭാര്യ ആവുമ്പോ എത്ര പ്രശ്നമാണെങ്കിലും ഒരിടത്ത് പോകുമ്പോ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ പോവും. അതുപോലും എന്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തയ്യലൊക്കെ അറിയാല്ലേ ജോലി ചെയ്ത്? തയ്യല് ഉമ്മച്ചിക്ക് നല്ലതായിട്ട് അറിയാം. ഞാൻ അത്യാവശ്യം ഹെൽപ്പറായിട്ട് പാന്റ് ഒക്കെ തയ്ക്കും, അങ്ങനൊക്കെ തയ്ക്കും. പക്ഷെ നല്ല വൃത്തിയില് അങ്ങോട്ട് വന്നിട്ടില്ല. സ്വന്തമായിട്ടൊക്കെ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. താമസിക്കുന്നത് വീട് വാടകയ്ക്കാണോ അപ്പൊ നിങ്ങൾ താമസിച്ചോണ്ടിരുന്നത്, അതോ സ്വന്തം വീടാണോ? ഇപ്പൊ ഞങ്ങള് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന വീടില്ല,
ഇല്ല, ഞങ്ങള് 5 സെന്റ് മേടിച്ച്, പക്ഷെ അതിനൊക്കെ ഞാൻ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഈ ഇപ്പൊ ഞാൻ 3 വർഷം കൊണ്ടാണ് ആ വാടക വീട്ടിൽ താമസിക്കുന്നത്. അതിന് വിട്ട് ഞാൻ പറഞ്ഞില്ലേ 8-9 മാസം ഞങ്ങൾ പിണങ്ങിപ്പോയി നിന്ന് താമസിച്ചെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം വന്നപ്പോഴും ഞാനിപ്പോ എന്റെ ലാസ്റ്റ് എന്റെ കൈ ഒരു 5 പവൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്ത്. അത് ലോൺ വെച്ചാ വസ്തു മേടിച്ച്, അന്നേരം ലോൺ അടയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇനി എന്നെ കൊണ്ട് വയ്യെന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ 5 പവനും കൊടുത്തു. പിന്നെ ഈ ലാസ്റ്റ് ചോദിച്ചപ്പോ ഞാൻ കൊടുക്കത്തില്ലെന്ന് പ്രതികരിച്ചു. ഇനി എനിക്ക് വരുമാന മാർഗം ഒന്നും ഇല്ല, എന്റെ കൊച്ചു സ്കൂളിൽ നിന്ന് വിളിച്ചു നിർത്താൻ ആരും ഇല്ല. ഇപ്പോഴേ ഞാൻ ഒരു ജോലിക്ക് അന്നേരം പോകാനൊന്നും പറ്റത്തില്ല, കുറച്ചുകൂടി വലുതാവട്ടെ, ഒരു തൊഴിലിന് പോണോന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ കണ്ടിരുന്നതാ ഇങ്ങനെയൊക്കെ ആയത്. ഇനിയിപ്പോ മുന്നോട്ടുള്ള നടപടി എന്തായാലും ഒരുമിച്ച് ജീവിക്കാനുള്ള താല്പര്യമില്ലല്ലോ ഇനി കാരണം ഇനി എനിക്ക് ഇതെന്റെ മനസ്സിൽ നിന്ന് ഇനി എത്ര ആൾക്കാർ ഇനി എന്തൊക്കെ കൊണ്ട് തന്നാലും എന്റെ മനസ്സിൽ നിന്ന് ഇത് പോവത്തില്ല. എന്റെ മനസ്സിൽ മുഖത്ത് തന്നെയാണോ? മുഖത്ത് ഒരുപാട് പൊള്ളലുണ്ടോ മുഖത്ത്? ഈ കണ്ണിന്റെ പോളകളിലുണ്ട്, മൂക്ക് നല്ലതായിട്ടുണ്ട്, അത് മനഃപൂർവ്വം മുഖത്ത് തന്നെ വീഴണമെന്ന് വിചാരിച്ച് ഒഴിച്ചതാണോ അല്ലേ? ഈ മുഖത്തോട്ട് തന്നെ തട്ടിയതാണ്. നമ്മൾ ഈ ആരൊക്കെ എന്തൊക്കെ ഇനി നമ്മൾ അനുഭവിച്ചവർക്ക് എന്തായാലും അത് അറിയാലോ. ഇടത് സൈഡിലോട്ട് ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്, അവിടെ പോലീസുകാർ വന്നപ്പോ എന്താണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചോ? എവിടാന്നുള്ള വല്ലതും പിടിച്ചോ, വല്ലതും പറഞ്ഞോ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നപ്പോ? സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അല്ല, അയാൾ ഇവിടെ ഇല്ല, ഒളിവിലെങ്ങാണ്ടാ. അല്ല, ഈ ഹോസ്പിറ്റലിലൊക്കെ മാധ്യമ പ്രവർത്തകരെ ഒന്നും അകത്തോട്ട് കടത്തിവിടുന്ന രീതിയിൽ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഇടപെടലെങ്ങാനും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ടോ? ഈ പുറം ലോകം അറിയണ്ട, രഹസ്യമായിട്ട് എന്തെങ്കിലും ഒത്തുതീർപ്പിനോ പോലീസുകാരുമായിട്ട് ഇടപെടി? ഞാൻ ഇത് മീഡിയക്കാരുമായിട്ടൊന്നും ഇതിന് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഇങ്ങനെ കേസ് കൊടുത്തപ്പോഴ് ചടയമംഗലത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവരെന്തോ ഇടപാട് വെച്ചിട്ട് ഈ വരാനുള്ള മൊഴി എഴുതാനുള്ള ഇതെഴുതാനൊക്കെ ആള് വരുമല്ലോ, അപ്പൊ ആ എഴുതാനുള്ള ആൾക്കാർ വരാതിരിക്കാനുള്ള പരിപാടി എന്തൊക്കെയോ നോക്കി ഇവരുടെ കൊച്ചത്താക്കാരെ അൽപ്പിച്ച് പണം ഉള്ള ആളാണ്. അത്തരം സ്വാധീനം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടാണോ ആശുപത്രിയിലും അധികൃതർ PR എന്നും നമ്മളെ അകത്തോട്ട് അവര് വന്ന് നമ്മുടെ അടുത്ത് തുറന്ന് സംസാരിച്ച് പറഞ്ഞ് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് എന്നാ ദോഷം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞ് അങ്ങനെയെങ്കിൽ എന്റെ സേഫ്റ്റി ആണല്ലോ എനിക്ക് മുഖ്യം. എത്ര എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം പിന്നെ അങ്ങ് പോവും, ഇത് അനുഭവിക്കുന്നത് ഞാനാണല്ലോ. അപ്പോഴെനിക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ നീതി മേടിച്ചു തരാൻ വേണ്ടി, നീതി കിട്ടാൻ വേണ്ടിയാണ് സമൂഹമാധ്യമത്തിൽ പൊതുജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ പോലുള്ളവർ വരുന്നത്, വന്ന് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അത് മനസ്സിലാവും, പക്ഷെ എന്നാലും എനിക്ക് എന്റെ സേഫ്റ്റി മുഖ്യമാണല്ലോ. എനിക്ക് ഒരു 4 മാസമെങ്കിലും എടുക്കും ഞാൻ ഇതിൽ നിന്ന് നേരെയായി വരാൻ. അപ്പോഴ് എനിക്കൊരു ഇൻഫെക്ഷനോ വല്ലതും വന്നാൽ ഞാൻ അതിൽ കൂടുതൽ സമയം എടുത്ത് ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളത്. അത് അന്ന് പ്രശ്നം ഉണ്ടാവാൻ കാരണം ഈ ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് നൂന്ന് വരുന്നതേ ഉള്ളായിരുന്നു. ഇന്നലെ എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു, രാവിലെയൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ പിന്നെ ഒരു സൈസ് ഈഗോ സ്വഭാവം ഉണ്ടാവുന്ന ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. അതൊക്കെ നെവർ മൈൻഡ്, ഞാൻ ഒരു സൈഡ് കളഞ്ഞേക്കും, ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷെ എന്ന് വെച്ചാല് ഒരു സൈസ് ഈഗോ സ്വഭാവം എന്ന് വെച്ചാൽ കുഞ്ഞിനെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല, കുഞ്ഞ് എൻ്റെ അടുത്ത് കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സൈസ് സ്വഭാവം ഉണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ പരിഹാസം ഒക്കെ ഉണ്ട്. അതെല്ലാം ഒരാള് പൂർണ്ണമായിട്ട് അങ്ങനെയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതൊരു സൈഡ് കളയുമല്ലോ. അതങ്ങനെ ഇട്ടിരുന്നതാണ്. അന്നേരം ഇന്നലെന്ന് വെച്ചാൽ എന്റെ ഈ ശരീരത്ത് പാടുകളുണ്ട് കേട്ടോ, ചിക്കൻ പോക്സിന്റെ പാടുകള് ഉണ്ട്. അപ്പൊ ആ ചിക്കൻ പോക്സിന്റെ പാടുകള് പിന്നെ പച്ചയൊക്കെ പോയി, പക്ഷെ അതിന്റെ പാടുകൾ ഇപ്പോഴും പോകത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പാടുകൾ കണ്ടപ്പോ എന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതി സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ്, എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നേ, പിന്നെ 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തി ഇട്ടേക്കുമല്ലയോ, പിന്നെ കണ്ട് സന്തോഷിച്ചിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുകയും കൂടെ ചെയ്യുന്നേ. ഞാൻ അന്ന് മുതൽ ഞാൻ ഈ ഒരു വാക്ക് അദ്ദേഹത്തിന് ഇഷ്ടം, കൂടുപാത്രം എന്ന് ഞാൻ പറഞ്ഞു പോയി. ആ കൂടുപാത്രം ചെയ്യാൻ ഞാൻ ഇരുന്ന് തരാത്തതിന്റെ ആ ഒരു പരിഭവത്തിലാണല്ലോ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നേന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞത് ആ വാക്ക് ആയിരിക്കാം
ആ, അന്ന ആ, അന്നേരം പ്രകോപിതമായിട്ട് ഈ മീൻകറി എടുത്ത് ഒഴിക്കുന്നത്. അന്നേരം എന്റെ വായിൽ അങ്ങനെ വന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞു. ആ, പക്ഷെ അന്നേരത്തേക്ക് ഇദ്ദേഹത്തിന് ഇടത്തോട്ട് തട്ടാമായിരുന്നു. ദേഷ്യത്തിനാണെങ്കിൽ എന്റെ പുറത്ത് വീഴരുത്, പുറമേ ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഇടത്തോട്ട് തട്ടാ. അവിടെ വാഷ് ബേസ് ഉണ്ട്, അവിടെ ചിമ്മിനി ഉണ്ട്, അവിടെ സ്ഥലമുണ്ട്, അവിടെ മൊത്തം ഭിത്തി തെറിച്ചു പോയിട്ട് പാത്രം വന്ന് അടിക്കത്തേ ഉള്ളൂ. അന്നേരം എനിക്ക് മാറാൻ സമയമുണ്ട്. ആ, ആ, ആ. പക്ഷെ മുകളിലോട്ട് തട്ടിയാലും ഉം, എനിക്ക് മാറാൻ സമയമുണ്ട്. പക്ഷെ ഉം. ഇത് 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 താഴെ സാധാ നമ്മൾ പാത്രം തട്ടിയ താഴോട്ടല്ലേ ഇങ്ങനെയല്ലേ തട്ടത്തുള്ളൂ. ആ, ആ. ഇത് പൊക്കി തട്ടിക്കളഞ്ഞു. തട്ടിക്കളയുക എന്നുള്ള ഉദ്ദേശത്തില്ല, ശരീരത്ത് വീഴണോ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് വീഴണം, ചെയ്തത്. മുഖത്ത് വീഴണമെന്ന്, അല്ലെങ്കിൽ അത് പൊങ്ങി വരത്തില്ല, അല്ലെങ്കിൽ അത് താഴോട്ട് പോകത്തേ ഉള്ളൂ. ആ, നമ്മൾ ആ. ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് താഴെ. ഇത് എന്നോടുള്ള വൈരാഗ്യം, ഞാൻ തട്ടി മുകളിലോട്ടാ തട്ടിയത്. അത് ആ. അടുപ്പിൽ തിളച്ച് എണ്ണ തെളിഞ്ഞ് ആ ഉണ്ടമുളകിട്ട കറി ഞാൻ സ്വർഗം കണ്ട്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും വരാനില്ല. അല്ല, ഇപ്പൊ ഈ പരാതി കൊടുത്തതിനകത്ത് ഭർത്താവിനെതിരെ മാത്രമേ ഉള്ളൂ, അതോ ഉസ്താദിനെതിരെ അങ്ങനെ അതിൽ പരാമർശിച്ചിട്ടുണ്ടോ? ഈ ഇങ്ങനെയൊക്കെയുള്ള ഉസ്താദുമാരുകളാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്നത്. ഞാൻ ഉസ്താദിന്റെ പേര് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ. പിന്നെ അയാളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാള് പോയി ഇങ്ങനൊക്കെ ചെയ്തത് കൊണ്ട് അയാളുടെ പേരും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.